അസ്സലാമു ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു മുട്ട ബജിയുടെ റെസിപ്പിയാണ്. സാധാരണ മുട്ട ബജി അത്ര ക്രിസ്പി ആയിരിക്കില്ല. ഇത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ചൂടോടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ്. ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു പലഹാരവും കൂടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഈ പലഹാരം തയ്യാറാക്കാനായിട്ട് ആദ്യമേ തന്നെ 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. ഇപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പലഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം കുതിർത്ത് വെക്കുന്നോ അത്രയും നന്നായിരിക്കും. ഞാനിപ്പോൾ ഈ പച്ചരി കുതിർത്ത് വെച്ചിരുന്ന ആ ഒരു വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. പച്ചരി റേഷൻ പച്ചരി ആയിരുന്നാലും സാദാ പച്ചരി ആയിരുന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ ഞാനിതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തതും ഒരു ചെറിയ കഷ്ണം സവോളയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും കൂടി ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 സ്പൂൺ പെരുംജീരകപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല. ഞാനിതൊരു മഞ്ഞ കളറിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ഇട്ട് കൊടുക്കാത്തത്. ഇനി അത് ആവശ്യമാണ് എന്നുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് അരഞ്ഞു പോകരുത്. കുറച്ച് തരിതരിയോട് കൂടിയിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഏതൊരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടതെന്നുള്ളത്. ഇതാണ് നമ്മുടെ കറക്റ്റ് പരുവം. ഇതുപോലെ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത്രയും തരിതരിപ്പോട് കൂടി വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുള്ളത് 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് പച്ചരിക്ക് വേണ്ടിയിട്ട് വെറും 60 ml വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുത്തിട്ടുള്ളത്. കുതിർത്ത് വെച്ചിരുന്ന വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടാണ് അങ്ങനെ ഒഴിച്ചു കൊടുത്തത്. ഇപ്പോൾ ഇതിലേക്ക് ഒരു 3 ഉണക്കമുളക് കട്ട് ചെയ്തതും ഒരു 1/4 സ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗരം മസാലപ്പൊടി നേരത്തെ നമ്മൾ പച്ചരി അരയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുത്തിരുന്ന അങ്ങ് അരഞ്ഞു കിട്ടിക്കോളും. ഞാനത് മറന്നു പോയതാണ്. ഇപ്പോൾ ഞാനിത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് വേണ്ടുന്ന 8 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2ആയിട്ട് എല്ലാ മുട്ടയും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് പകുതി മുട്ട എടുത്തിട്ട് ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മുക്കിയെടുക്കാം. ഇത് മുക്കിയെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഈ ഒരു മാവിൻ്റെ പരുവം മനസ്സിലാവുന്നുണ്ടാവും. ഇതേപോലെ തന്നെ ഈ ഒരു മാവിൽ എല്ലാ മുട്ടയും മുക്കിയെടുത്ത് ചൂടായി വന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഫുള്ളായിട്ടും വേവിച്ചെടുക്കാം. ഈ ഒരു മുട്ട ബജി തയ്യാറാക്കി കഴിഞ്ഞ ശേഷം ഇതിൽ നിന്ന് ബാക്കി വരുന്നുള്ള ആ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് ഒരു പലഹാരം കൂടി തയ്യാറാക്കാം. അത് നമുക്ക് ഇത് വേവിച്ചെടുത്തതിന് ശേഷം ആ വീഡിയോസും കൂടി ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഒരേ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അത്ര ഒരുപാട് എണ്ണയൊന്നും ഇതിന് വേണ്ടി വരില്ല. അതുകൊണ്ട് എണ്ണ കുടിക്കുമെന്നുള്ള ആ ഒരു പേടി വേണ്ട. ഇപ്പോൾ ഞാനിതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം കൂടി ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട ബജി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. ചൂടോടെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. ഇനി ഇതിൽ നിന്നും ഞാൻ ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇനി നമുക്ക് ഇതിൽ നിന്നും ബാക്കിയായിട്ടുള്ള ആ ഒരു മാവ് വെച്ചിട്ട് ഒരു പലഹാരം കൂടി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ഇത്രയും മാവാണ് ഇതിൽ ബാക്കി വന്നിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സവോള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു 1.5 സവോള നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് കൈ വെച്ചിട്ടൊന്ന് തിരുമ്മിയെടുത്തതാണ്. ഇതുപോലെ ഒറ്റയായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ വേറെ ഇനി മസാലപ്പൊടികളൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. അതുപോലെ നേരത്തെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇതേപോലെ 1 സ്പൂൺ അളവിൽ ഇതിൽ നിന്ന് എടുത്തിട്ട് ചൂടായി വന്ന എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നേരത്തെ മുട്ട ബജി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അതേ എണ്ണ തന്നെയാണിത്. ഇതുപോലെ 1 സ്പൂണിൽ ഞാനിപ്പോൾ മുഴുവനായിട്ടും കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. ഒരുപാട് സമയമൊന്നും വേണ്ട. ഇതും അത്ര വലിയ എണ്ണ ഒന്നും കുടിക്കുകയില്ല. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഒരേ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ഇതും വേവിച്ചെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിലാണ് ഉള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരം തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ് ഇത് കഴിക്കാനായിട്ട്. ഇപ്പോൾ ഇതാ ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.